ഇന്ത്യയിലും യുഎസിലും നാണയങ്ങൾ നിർമ്മിക്കുന്നത് അതത് രാജ്യങ്ങളിലെ സർക്കാരുകളാണ്. ഇന്ത്യയിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മേൽനോട്ടത്തിൽ ഇന്ത്യൻ ഗവൺമെന്റ് മിന്റുകളാണ് നാണയങ്ങൾ നിർമ്മിക്കുന്നത്. മുംബൈ, കൊൽക്കത്ത, ഹൈദരാബാദ്, നോയിഡ എന്നിവിടങ്ങളിലാണ് ഈ മിന്റുകൾ സ്ഥിതി ചെയ്യുന്നത്. നാണയങ്ങളുടെ നിർമ്മാണത്തിൽ ലോഹസങ്കരങ്ങൾ, ഡൈസിംഗ്, പ്രസ്സിംഗ് തുടങ്ങിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നു. കൂടാതെ നാണയത്തിന്റെ രൂപകൽപ്പന, സുരക്ഷാ സവിശേഷതകൾ, ഉപയോഗിക്കുന്ന ലോഹങ്ങൾ എന്നിവയെല്ലാം ഓരോ രാജ്യത്തെയും സാമ്പത്തിക നയങ്ങൾക്കനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ പോക്കറ്റിലുള്ള ഓരോ നാണയവും ഉണ്ടാക്കുന്നതിനിടയിൽ അങ്ങേയറ്റം ഉയർന്ന ചൂടും സമ്മർദ്ദത്തെയും മറികടന്നാണ് അത് നിങ്ങളുടെ പോക്കറ്റിലെത്തുന്നത്. ഗ്ലാസ് പോലും ഉരുകാൻ തക്ക ചൂടുള്ള ചൂളകളും കാറുകൾ പോലും ചതഞ്ഞു പോയേക്കാവുന്നത്ര വലിയ മർദ്ദവും ഇതിലുൾപ്പെടുന്നു. പാർക്കിംഗ് മീറ്ററുകളിൽ പണം നിക്ഷേപിക്കുന്നതു മുതൽ വെൻഡിംഗ് മെഷീനുകളിൽ നിന്ന് ഒരു തണുത്ത പാനീയം എടുക്കുന്നതുവരെ ഈ നാണയങ്ങൾ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിന് ഇപ്പോഴും അത്യന്താപേക്ഷിതമാണ്. ഏറ്റവും വിചിത്രമായ കാര്യമെന്തെന്നാൽ ഓരോ പൈസയും നിർമ്മിക്കാൻ അതിന്റെ മൂല്യത്തേക്കാൾ കൂടുതൽ ചെലവ് വരും എന്നതാണ്. ഇതെല്ലാം ആരംഭിക്കുന്നത് നാണയം നിർമ്മിക്കുന്ന ഫാക്ടറിയിൽ നിന്നാണ്. ഇവിടെ 1500 അടി നീളമുള്ളതും 4 ഫുട്ബോൾ മൈതാനങ്ങളുടെ അത്രയും വലുപ്പമുള്ളതുമായ കൂറ്റൻ ലോഹ കോയിലുകളുണ്ട്. നാണയങ്ങളാക്കി മാറ്റേണ്ടുന്ന ലോഹക്കൂട്ടുകളുടെ വ്യത്യസ്ത ഫോർമുല കാരണം അവ വിവിധ നിറങ്ങളിൽ ലഭ്യമാണ്. ഈ കോയിലുകൾ ഷെൽഫുകളിൽ നിന്നെടുത്ത് ടർബൈനുകളിൽ വയ്ക്കുന്നു. പിന്നെ സാവധാനം കോയിലുകളെ അഴിച്ചുവിട്ട് ഒരു പ്രസ്സിംഗ് മെഷീനിലേക്ക് കടത്തിവിടുന്നു. എന്നിരുന്നാലും ഈ പ്രക്രിയ പൂർത്തിയാക്കാൻ ഒരു മനുഷ്യന്റെ മേൽനോട്ടം അത്യാവശ്യമാണ്. ഈ ലോഹഷീറ്റുകൾ വളരെ ബലമുള്ളവയാണ്. ഭാഗ്യവശാൽ പ്രസ്സിംഗ് മെഷീന്റെ അകത്തേക്ക് കടന്നാൽ അവ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാനാകും. ഓരോ മിനിറ്റിലും 14,000 നാണയ ഡിസ്കുകൾ ഇതിന് ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. മെഷീൻ ഈ ഡിസ്കുകൾ പമ്പ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ശബ്ദം കേൾക്കുന്നതുകൊണ്ട് ജീവനക്കാർക്ക് അവ വരുന്നുണ്ടെന്ന് മനസ്സിലാകും. എന്നാൽ ഇത് പമ്പ് ചെയ്യുക മാത്രമല്ല ചെയ്യുന്നത്. മെഷീന്റെ മറുവശത്ത് പ്രത്യേക ആകൃതിയില്ലാത്ത ഈ ലോഹ കഷണങ്ങളുടെ വലിയ കൂമ്പാരങ്ങൾ ഭിന്നുകളിൽ കൂട്ടിയിടുന്നു. തുടർന്ന് വെബ്ബിംഗ് എന്ന പ്രക്രിയയിലൂടെ ഇവയെല്ലാം കീറിമുറിച്ച് പുനരുപയോഗത്തിനായി അയക്കും. ശൂന്യമായ ഡിസ്കുകൾ ഇപ്പോൾ രൂപം പ്രാപിച്ചെങ്കിലും അവയ്ക്ക് അന്തിമ നാണയത്തിന്റെ അതേ വലുപ്പമില്ല. അവയ്ക്ക് പൂർത്തിയായ നാണയത്തിന്റെ അതേ കനമുണ്ടെങ്കിലും വ്യാസം അല്പം വ്യത്യാസപ്പെട്ടിരിക്കും. പിന്നീട് ഈ പ്രശ്നം പരിഹരിക്കും. ഇപ്പോൾ ഈ ഡിസ്കുകൾ തീയിലൂടെയും വളരെ സവിശേഷമായ വെള്ളത്തിലൂടെയും കഠിനമായ യാത്രക്ക് തയ്യാറെടുക്കുകയാണ്. അനീലിംഗ് എന്ന ഈ പ്രക്രിയ ഒരു നാണയം നിർമ്മിക്കുന്നതിലെ ഏറ്റവും തീവ്രമായ 2 ഘട്ടങ്ങളിൽ ഒന്നാണ്. തുടക്കം തീയിലെ കുളിയിലൂടെയാണ്. അതിനാൽ സമീപത്തുള്ള ആളുകൾ ആരോഗ്യകരമായ അകലം പാലിക്കേണ്ടത് ആവശ്യമാണ്. അനീലിംഗ് ചൂള നാണയങ്ങളെ ഏകദേശം 871 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടാക്കുന്നു. എന്നിട്ടും അവയ്ക്ക് കേടുപാടുകളൊന്നും സംഭവിക്കില്ല. ചൂളയ്ക്കുള്ളിൽ ഓക്സിജൻ ഇല്ലാത്തതിനാൽ നാണയങ്ങൾ മങ്ങാതെ നിലനിർത്താൻ തീവ്രമായ ചൂട് ശ്രദ്ധാപൂർവം നിയന്ത്രിക്കപ്പെടുന്നു. ഈ ചൂടായ ഡിസ്കുകൾക്ക് ഉടൻ തന്നെ ഒരു പ്രത്യേക ജലചികിത്സ നൽകേണ്ടതുണ്ട്. ഈ വെള്ളം പ്രത്യേകമാണ്, കാരണം ഇത് വെറും വെള്ളമല്ല. ഇതിൽ സിട്രിക് ആസിഡും ലൂബ്രിക്കന്റുകളും അടങ്ങിയിരിക്കുന്നു. ഓറഞ്ച്, പൈനാപ്പിൾ തുടങ്ങിയ സിട്രസ് പഴങ്ങളിൽ നിന്നാണ് സിട്രിക് ആസിഡ് ലഭിക്കുന്നത്. ഈ ആസിഡ് പൊടി രൂപത്തിലാണ് ഉപയോഗിക്കുന്നത്. നാണയങ്ങളിലെ അഴുക്കും പൊടിയും അകറ്റാൻ ഇത് സഹായിക്കുന്നു. സിട്രിക് ആസിഡിന് മറ്റൊരു പ്രധാന ധർമ്മമുണ്ട്, പ്രത്യേകിച്ച് ചെറിയ നാണയങ്ങൾക്ക്. ഈ നാണയം സിങ്ക് ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതിന്റെ മുകളിൽ 2.5% ചെമ്പ് ചേർക്കുന്നു. ആസിഡ് ചെമ്പ് ഓക്സൈഡ് നീക്കം ചെയ്യുകയും മെറ്റീരിയൽ അലിയിക്കാതിരിക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണ് നാണയങ്ങൾ പുതിയതായി ഇറങ്ങുമ്പോൾ നമ്മൾ കാണുന്ന തിളക്കം ലഭിക്കുന്നത്. ചൂളയിൽ നിന്നുള്ള ചൂട് കെട്ടടങ്ങുമ്പോൾ നാണയങ്ങൾ ഒരുമിച്ചൊട്ടിപ്പിടിക്കുന്നത് തടയാൻ ലൂബ്രിക്കന്റുകൾ സഹായിക്കുന്നു. പിന്നീട് സ്കിപ്പ് ബാസ്ക്കറ്റ് എന്നറിയപ്പെടുന്ന ഒരു വലിയ സ്കൂപ്പ് നാണയങ്ങളെ വഴുക്കലുള്ള വെള്ളത്തിൽ നിന്ന് കഴുകുന്ന സ്ഥലത്തേക്ക് ഉയർത്തുന്നു. പിന്നീട് നാണയങ്ങൾ ഡിറ്റർജന്റുകളും ആന്റി ടേണിഷ് ഏജന്റുകളും ചേർത്ത് യഥാർത്ഥ നിറം വീണ്ടെടുക്കാൻ സഹായിക്കുന്ന ഒരു മെഷീനിലൂടെ കടത്തിവിടുന്നു. അവ ഉണങ്ങിയ ശേഷം അപ്സെറ്റിംഗ് മില്ലിന് തയ്യാറാകാനുള്ള സമയമായി. നാണയങ്ങൾക്ക് ആദ്യഘട്ടങ്ങളിൽ വലിപ്പമില്ലെന്ന് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? അപ്സെറ്റിംഗ് പ്രക്രിയയിലൂടെയാണ് അത് വലിപ്പം ശരിയാക്കിയെടുക്കുന്നു. നാണയങ്ങളെ ഇപ്പോൾ നിലവിലുള്ള വ്യാസത്തേക്കാൾ അല്പം ഇടുങ്ങിയ ഒരു ഗ്രൂവിലേക്ക് അയക്കുന്നു. ഇത് അരികിലെ ലോഹം അല്പം ഉയർത്തി ഒരു റിം രൂപപ്പെടുത്തുന്നു. ഇത് അലങ്കാരത്തിന് മാത്രമല്ല,
നിർമ്മാണം പൂർത്തിയായ നാണയങ്ങൾ റിം അവിടെയുണ്ടെന്നും അവ ശരിയായ വലിപ്പത്തിലാണെന്നും ഉറപ്പാക്കാൻ സൂക്ഷ്മമായി പരിശോധിക്കുന്നു. ഇത് കള്ളപ്പണത്തിനെതിരായ ആദ്യത്തെ പ്രതിരോധ മാർഗമാണ്. 2020 മാത്രം ചിക്കാഗോയിൽ നിന്ന് $1.64 മില്യൺ വ്യാജ നാണയങ്ങളും പണവും കണ്ടെത്തിയിരുന്നു. എല്ലാം ശരിയാണെങ്കിൽ അടുത്ത ഘട്ടത്തിനായി നാണയങ്ങൾ തയ്യാറാകും. ഇനി നാണയങ്ങൾ ബർണിഷിംഗ് എന്നറിയപ്പെടുന്ന മറ്റൊരു ശുചീകരണ പ്രക്രിയയിലൂടെ കടന്നുപോകുന്നു. ഉപരിതലം മിനുസപ്പെടുത്താൻ തൊഴിലാളികൾ കൂടുതൽ ക്ലീനിംഗ് ഏജന്റുകളും ചെറിയ ലോഹ ഉരുളകളും ഉപയോഗിച്ച് ഒരു ഡ്രമ്മിൽ അവയെ സ്ഥാപിക്കുന്നു. തുടർന്ന് അവയെ ടവലുകൾ ഉപയോഗിച്ച് കഴുകി ഉണക്കുന്നു. ഇനി നാണയങ്ങൾ പതിപ്പിക്കാനുള്ള സമയമാണിത്. നാണയങ്ങൾ ഈ കാണുന്ന യന്ത്രത്തിലേക്ക് എത്തുന്നു. ഇത് ബ്ലാങ്കായ നാണയങ്ങൾക്ക് പരിചിതമായ ഡിസൈൻ നൽകുന്നു. ഈ യന്ത്രം ഒരേ സമയം തലയുടെയും വാലിന്റെയും ഡിസൈനുകൾ നാണയത്തിൽ പതിപ്പിക്കുന്നു. അത് വലിയ മർദ്ദത്തോടെയാണ് ചെയ്യുന്നത്. സാധാരണ നാണയങ്ങൾ അവയുടെ മൂല്യത്തെ ആശ്രയിച്ച് 35 മുതൽ 100 മെട്രിക് ടൺ വരെ സമ്മർദ്ദത്തിന് വിധേയമാകും. ഈ പ്രസ്സിൽ സാധാരണ നാണയങ്ങൾ ഒരു തവണ മാത്രമേ അടിക്കാറുള്ളൂ. അതേസമയം $50, ഡോളറുകൾ, മറ്റു പ്രൂഫ് നാണയങ്ങൾ എന്നിവ കുറഞ്ഞത് 2 തവണയെങ്കിലും അടിക്കുന്നു. 1828 കോളറകൾ വരുന്നതിനു മുമ്പ് നാണയങ്ങൾ വീതിയുള്ളതും കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുള്ളതുമായിരുന്നു. കോളറുകൾ അവയെ കൂടുതൽ കട്ടിയുള്ളതാക്കുന്നു. ഒരു ദിവസത്തെ തിരക്കിനു ശേഷം ഫാക്ടറി ജീവനക്കാർക്ക് കൺവെയർ ബെൽറ്റിൽ നിന്ന് ഉരുണ്ടുപോയി ഒരു ബിന്നിലേക്ക് വീഴുന്ന ഈ നാണയങ്ങളുടെ കൂമ്പാരം കാണാൻ കഴിയും. ഇൻസ്പെക്ടർമാർ ഇടയ്ക്കിടെ അവ പരിശോധിക്കും. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഈ പ്രത്യേക ബാച്ചിനെ വാഫ്ലർ എന്നറിയപ്പെടുന്ന നാണയ ശുദ്ധീകരണശാലയിലേക്ക് അയക്കും. നാണയങ്ങൾ വളയ്ക്കുന്നയാൾ അവയെ ഒരു വാഫിൾ പോലെയാക്കുന്നു. അവ പിന്നീട് പുനരുപയോഗത്തിനായി അയക്കുന്നു. ശേഖരിക്കുന്ന നാണയങ്ങൾ എണ്ണി തൂക്കി വലിയ ബാഗുകളിലിടും. അവയ്ക്ക് വളരെ ഭാരമുണ്ടാകും. അതിനാൽ ഫോർക്ലിഫ്റ്റിൽ മാത്രമേ നീക്കാൻ കഴിയൂ. ഫോർക്ലിഫ്റ്റ് പിന്നീട് ബാഗുകൾ ഷെൽഫുകളിൽ അടുക്കി വയ്ക്കും. അവിടെ നാണയങ്ങൾ നാഷണൽ റിസർവ് ഓർഡർ സമർപ്പിക്കുന്നതുവരെ അവർ കാത്തിരിക്കും. പക്ഷേ ഈ നാണയങ്ങൾ അധികകാലം അവിടെയുണ്ടാകില്ല. ഇതൊരു സാധാരണ നാണയത്തിന്റെ പിറവിയുടെ കഥയാണ്. നിങ്ങളുടെ പോക്കറ്റിലെ നാണയം വെറുമൊരു ലോഹ കഷണമല്ല. ഇനി നിങ്ങൾ ഓരോ നാണയം എടുക്കുമ്പോഴും ഈ വലിയ കഥ ഓർക്കുക. കാരണം അത് വെറുമൊരു രൂപയല്ല, നമ്മുടെ സാമ്പത്തിക ലോകത്തെ ഒരുപാട് വെല്ലുവിളികളെ അതിജീവിച്ച അതിശയിപ്പിക്കുന്ന ഒരു സൃഷ്ടി കൂടിയാണ്. നിങ്ങൾക്കിഷ്ടപ്പെട്ട നാണയത്തെക്കുറിച്ചും ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും താഴെ കമന്റ് ചെയ്യൂ. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായി ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം.